നമസ്കാരം. പശുവിന്റെ പേരിലുള്ള അക്രമങ്ങൾ ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് കൂടി വരികയാണ്. ഈ ഗോരക്ഷകർ എന്ന പേരിൽ അവതരിച്ചിട്ടുള്ള ടീമുകൾക്ക് ആരെയും എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് വൈപ്പ്. പശുവിന്റെ ഇറച്ചി കൈവശം വച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോഴെ തല്ലിക്കൊല്ലും. പശുവിന്റെ ഇറച്ചി തിന്നു എന്ന് സംശയം തോന്നിയാൽ അപ്പോഴെ തല്ലിക്കൊല്ലും. എന്തിന്? പശുവിനെ നോക്കി എന്ന് പറഞ്ഞാൽ പോലും തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ്. വർദ്ധിച്ചു വരുന്ന ഈ ഗോരക്ഷാ ആക്രമണങ്ങളിൽ രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. 10-15 മനുഷ്യരുടെ ജീവൻ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടതാകാം. നമ്മുടെ പ്രധാനമന്ത്രിയും ഒടുവിൽ മിണ്ടി. മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് പശുക്കളുടെ ജീവൻ സംരക്ഷിക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത്തരത്തിലുള്ള ഗോസംരക്ഷണം വേണ്ട എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ തൊട്ട് വിറ്റെന്ന് ജാർഖണ്ഡിൽ പശു ഇറച്ചി കൈവശം വച്ചു എന്നാരോപിച്ച് ജനക്കൂട്ടം ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു. ഇന്ന് അസമിലായിരുന്നു. പശുക്കളുമായി പോവുകയായിരുന്ന ട്രക്കുകൾ തടഞ്ഞു നിർത്തി ആ ട്രക്കിലുണ്ടായിരുന്ന മനുഷ്യരെ വലിച്ചു പുറത്തിട്ട് തല്ലി റെഡിയാക്കി. കൊല്ലരുത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ടാവാം ഇപ്പോ കൈയും കാലും തല്ലി ഒടിച്ച് മൃതപ്രായരാക്കും. അതാണ് പതിവ്. ഏതായാലും നാളെ പശുക്കൾക്ക് ഓട്ടവാസം കൂടി കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പിൽ തുടങ്ങുകയാണ്. സ്വാഗതം. നമ്മൾ ഈ കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്നൊക്കെ പറഞ്ഞ് പഴകിയ സാധനമാണ്. ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ കാക്കിക്കുള്ളിലുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്ന സിനിമയിൽ പോലീസുകാരായി അഭിനയിച്ചത് യഥാർത്ഥ പോലീസുകാരാണ്. ഇങ്ങനെ സിനിമയിലും സീരിയലിലുമൊക്കെ വളരെ സജീവമായ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ നമുക്ക് പരിചിതരാകും മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാക്കിക്കുള്ളിലെ കലാകാരൻ താനാണെന്ന് തെളിയിച്ച ആളാണ് ADGP ടോമിൻ ജെ തച്ചങ്കരി. എമ്മാതിരി പാട്ടുകളാണ് അദ്ദേഹം മലയാള സമൂഹത്തിന്, കേരളീയർക്ക് സമ്മാനിച്ചത്. തച്ചങ്കരി ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. പുള്ളി പരമയോഗ്യനാണെന്ന് സംസ്ഥാന സർക്കാർ നേരിട്ട് കേരള ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ സന്തോഷം മുറ്റി നിൽക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം അടുത്ത ഒരു കലാപ്രകടനത്തിലേക്ക് കടക്കുകയാണ്. കഥാപ്രസംഗം കാണാം. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. ഇതിലെ കഥകളും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ആർക്കെങ്കിലും ഇതിൽ സാമ്യമുണ്ടെങ്കിൽ അത് യാദൃച്ഛികമാണ്. കഥയും കഥാപാത്രങ്ങളും ഒക്കെ സാങ്കല്പികമാണെന്ന തച്ചങ്കരിയുടെ ഈ തള്ളു വെറുതെയാണ്. നമുക്കറിയാം, DGP സ്ഥാനത്തേക്ക് സെൻകുമാർ തിരിച്ചു വരുന്നതിന് തൊട്ട് മുമ്പാണ് പോലീസ് ആസ്ഥാനത്തെ ADGP ആയി തച്ചങ്കരിയെ നിയമിച്ചത്. ഈ നിയമനം വെറുതെയല്ല, സെൻകുമാറിന്റെ മുകളിൽ ഒരു കണ്ണ് വേണമെന്ന പ്രത്യേക നിർദ്ദേശത്തോടെയായിരുന്നു എന്ന് അന്നേ വാർത്തകളുണ്ടായിരുന്നു. ഏതായാലും രണ്ടുപേരും തമ്മിൽ അവിടെ പൊരിഞ്ഞ സൗഹൃദത്തിലായിരുന്നു. സെൻകുമാർ നിയമിക്കുന്ന ആളെ തച്ചങ്കരി മാറ്റും, തച്ചങ്കരി നിയമിക്കുന്ന ആളെ സെൻകുമാർ മാറ്റും. ഇതൊക്കെയായിരുന്നു കളി. ഏതായാലും TP സെൻകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചു. ഒരാളെക്കുറിച്ച് മറ്റൊരാൾ നല്ലത് പറയണമെങ്കിൽ, പ്രത്യേകിച്ച് ശത്രുവായ ഒരാൾ നല്ലത് പറയണമെങ്കിൽ ഒന്നുകിൽ അയാൾ റിട്ടയർ ചെയ്യണം അല്ലെങ്കിൽ മരിക്കണം എന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്. ഇവിടെ വിരമിച്ച TP സെൻകുമാറിന് പോലീസ് ആസ്ഥാനത്ത് നൽകിയ യാത്രയപ്പിനിടെ തച്ചങ്കരി ഒരു വാചകം പറഞ്ഞു. സെൻകുമാർ പോലീസ് ആസ്ഥാനത്തെ കെടാ വിളക്കാണെന്ന്, വിളക്ക് മരമാണെന്ന്. അന്ന് അത് പറഞ്ഞ തച്ചങ്കരി ഇന്ന് സെൻകുമാറിനിട്ട് താങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഈ തച്ചങ്കരി എന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ പറഞ്ഞു ചിക്കൻ കറിയാണ്. ഒരു വൃദ്ധൻ, ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. അപ്പൊ ചിക്കൻ കറി എന്ന്